ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 28 കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരാം. അതിനു മുന്നോടിയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്കാദ്യം പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇന്ന് 13-ാം ദിനമാണ് സിനിമയുടേത്. 469ഓളം ഷോകളാണ് സിനിമയുടേതായി ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7,986ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കണക്കുകൾ പുറത്തു വരുന്നു. 12,08,000 രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് 20,96,000, അതായത് 21 ലക്ഷം രൂപ വന്നു. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി ഇന്നലെ വന്നത്. ഇന്ന് ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ വരിക. ഒരുപക്ഷെ 25 ലക്ഷം കടക്കാനും ചാൻസുകൾ ഏറെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ട്രാക്കിങ്ങിലൂടെ 7,62,00,000 രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഏകദേശം 9.5 കോടിയോളമാണ് നേടിയിരിക്കുന്നത്. സിനിമ മികച്ച രീതിയിലുള്ള റെസ്പോൺസും ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. വരുന്ന ദിവസങ്ങളിൽ 2-3 റിലീസുകൾ വരുന്നുണ്ട്. അത് മാത്രമാണ് ഇനി സിനിമയ്ക്ക് മുന്നോട്ട് നോക്കേണ്ടത്. അല്ലെങ്കിൽ 7-ാം തീയതി വരെ ഗംഭീരമായിട്ടുള്ള ഒരു റൺ സിനിമയ്ക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാകുകയാണ്. എന്തായാലും ആ ഡയസീറയും അതേപോലെ ബാഹുബലിയും ഒക്കെ വരുമ്പോൾ തിയേറ്ററുകൾ കുറയാനുള്ള ചാൻസുകൾ കാണുന്നു. എന്നിരുന്നാലും പെറ്റ് ഡിറ്റക്റ്റീവ് ഇന്ന് ഏറെയും പ്രിയങ്കരമാവുകയാണ് മലയാളികൾക്ക്. കാരണം അത് തന്നെയാണ് ആദ്യം തിയേറ്റർ കുറവായിരുന്നെങ്കിൽ പിന്നെ കൂടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ബാൾട്ടിയും ഫൈനൽ റണ്ണിൽ തന്നെയാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. 33-ാം ദിനത്തിൽ സിനിമയ്ക്ക് 9 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 500-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയപ്പോൾ 77,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം ഫൈനലായി വന്നത് 1,50,000 രൂപയായിരുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു 1 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ പോകും. ട്രാക്കിങ്ങിലൂടെ 7,78,00,000 രൂപ നേടിയ സിനിമ 9.5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 14.5 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് എത്തിയിരിക്കുന്നതെന്നും നമുക്കറിയാം. എന്തായാലും ഈ ഒരു സിനിമ ഒരു വലിയ രീതിയിലുള്ള ഒരു ഓട്ടമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം നായകനായി എത്തിയ ഈ ഒരു ചിത്രം അക്ഷരാർത്ഥത്തിൽ റിലീസ് ചെയ്ത സമയം തെറ്റിപ്പോയി എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അതിഗംഭീരമായിട്ട് ഇതിന് മുകളിൽ പോകേണ്ട ഒരു ചിത്രമായിരുന്നു. ഡ്യൂഡ് കേരള ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ കളം നിറഞ്ഞാടുന്നു. ഇന്ന് 12-ാം ദിനത്തിൽ സിനിമയ്ക്ക് 219ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ 3,948ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. അതായത് 4,000 എന്ന് തന്നെ നമുക്ക് പറയാം. 5,65,000 രൂപയോളം സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നു. ഇന്നലെ 8,42,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ സിനിമ ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുമെന്നും ഉറപ്പാക്കുകയാണ്. 3,19,00,000 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസായി പുറത്ത് വന്നിരിക്കുന്നത്. അതായത് സിനിമ ഏകദേശം 3.25 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നു. 150 കോടിയും കടന്ന് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കുതിച്ച് പായുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും കീർത്തീശ്വരൻ ആണ് ഈ സിനിമയുടെ ഡയറക്ടർ. അതേപോലെ തന്നെ പ്രദീപും മമിത ബൈജുവുമാണ് പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. എന്താണ് വമ്പൻ സക്സസ്, ഹാട്രിക് ഹിറ്റ് അടിച്ചിരിക്കുന്നു പ്രദീപിന് ഈ ഒരു സിനിമ. ഹാട്രിക് 100 crore കഴിഞ്ഞിരിക്കുന്ന ചിത്രം. ഇനി നേരെ കാന്താരയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാവുന്നതാണ്. കാന്താര ഫൈനൽ റണ്ണിലേക്ക് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം വരുന്ന 2 ദിവസങ്ങൾ കഴിയുമ്പോൾ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി സിനിമയുടെ OTT പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. 416ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 7,800-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 11,98,000 രൂപ ഇതുവരെ വന്നിരിക്കുന്നു. ഇന്നലെ ഫൈനൽ കളക്ഷനായി വന്നത് 16,59,000 രൂപയോളമായിരുന്നു. അതായത് 25 ലക്ഷം രൂപയോളം ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ സിനിമ ഇന്ന് ഒരു പക്ഷേ 20 ലക്ഷം രൂപയോളം നേടും. ഇതേപോലെ തന്നെ ട്രാക്കിങ്ങിലൂടെ 50 കോടി 37 ലക്ഷം രൂപ നേടിയ ചിത്രം 57 കോടി കടന്ന് 58 കോടിയിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്താനുള്ള പരിപാടികൾ തന്നെ മുന്നോട്ട് പോകുന്നു. സിനിമ 900 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ വരുന്ന ദിവസങ്ങളോടുകൂടി. 1000 കോടി എന്നുള്ള ആ ഒരു സംഭവം അതൊരു ഓർമ്മ അല്ലെങ്കിൽ ഒരു സ്വപ്നം മാത്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും കാന്താര ഒരു വമ്പൻ സംഭവം തന്നെയായിരുന്നു. നമ്മൾ ഒരുപക്ഷെ ഒരു ലോങ് റൺ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നു, അത് നൽകിയില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 1000 കോടി ഈ സിനിമ നേടിയനെ. OTT വമ്പൻ തുകയ്ക്ക് തന്നെയാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് തന്നെയുള്ള തുക എന്നാണ്. അതായത് ബിസിനസ് അടക്കം സിനിമ ഏകദേശം 1,200 കോടിയോളം എത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന് മുകളിൽ പോകാനുള്ള ചാൻസുകളുമുണ്ട്. ഫൈനലായി വന്ന കളക്ഷൻ 818 കോടിയായിരുന്നു. എന്തായാലും കാന്താര ഇനി 2 ദിവസം കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രം സംസ്ഥാന അവാർഡിൽ മുത്തം വെക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ചിത്രം ഇന്നും ഒരു ഷോയാണ്. ഏകദേശം 1,000-ന് മുകളിലുള്ള എമൗണ്ടാണ് ഇന്നും സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങൾ നോക്കുമ്പോൾ ഏറെക്കുറെ 1,000-ന് തൊട്ടടുത്താണെങ്കിൽ ഇന്ന് 1,100-ന് മുകളിലുള്ള എമൗണ്ട് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഉയർച്ച കാണാൻ കഴിയുന്നു. ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് 22,30,000 രൂപയോളം വന്നിരിക്കുകയാണ്. ഇവിടെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ലക്ഷം രൂപയും കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ സിനിമയുടെ ഒരു വമ്പൻ വിജയമെന്ന് തന്നെയാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാനുള്ളത്. എന്തായാലും അതൊരു ഗംഭീരമായി എന്ന് തന്നെയാണ് പറയാനുള്ളത്.
ബൈസൺ കാലമാടൻ എന്ന ചിത്രം ഇന്ന് 12-ാം ദിനത്തിലേക്ക് പോകുന്നു. 110ഓളം ഷോകൾ ഇന്നും ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. 3000-നടുത്തുള്ള ടിക്കറ്റുകൾ, അതായത് 2877ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഒക്യുപ്പൻസി കൂടിയിട്ടുണ്ട്. സിനിമയ്ക്ക് 11% മുകളായി. ഇന്നലെ 10%. ഇന്ന് ഇതുവരെ 4,25,000 രൂപയോളമാണ് നേടിയത്. ഇന്നലെ ഫൈനലായി വന്നിരുന്നത് 5,64,400 രൂപയോളമായിരുന്നു. അതായത് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്ന സിനിമ ഇന്നും സമാനമായ രീതിയിൽ തന്നെ പോകും. ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് 1,04,00,000 രൂപ എത്തിയിരിക്കുകയാണ്. അതായത് ഏകദേശം 1,15 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. കേരളത്തിലൊരു വലിയ വിജയമായി ഈ സിനിമ മാറിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ടും സിനിമയ്ക്ക് വമ്പൻ വിജയം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച അഭിപ്രായം എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു സിനിമ മലയാളത്തിൽ വന്ന് സെക്കൻഡ് അടിച്ചിരിക്കുകയാണ് ഈ ഒരു അവധിക്കാലത്ത്, അല്ലെങ്കിൽ ദീപാവലി കാലത്ത് ഇറങ്ങിയ ചിത്രമായിട്ട്. നേരെ ഇനി നമുക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കിടക്കാം. ലോക 62-ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏതും ഫൈനൽ റണ്ണിലേക്ക് എത്തിയിരിക്കുന്ന ചിത്രമാണ്. ഒരുപക്ഷെ ഇനിയും ഒരു മാസം കൂടെ സിനിമ ഏകദേശം ഒരു 30-40 ഷോകളായിട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കാം. ഇവിടെ 54ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1100-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയിരിക്കുന്നു. ഇന്നലത്തേക്കാൾ കൂടുതൽ ടിക്കറ്റാണ് ഇന്ന് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 11% ഇതുവരെയുള്ള ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. 1,30,000 രൂപ സിനിമയ്ക്ക് ഇതിനോടകം കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഇത് ഇന്നലത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ 1,75,000 രൂപയോളമായിരുന്നു കളക്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഇന്നലെ 11% തന്നെയായിരുന്നു സിനിമയുടെ, അതായത് 10.8 എന്നുള്ള വരുന്നു. ഇന്ന് 11%-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ആകെ വിറ്റുപോയത് 1,073 ടിക്കറ്റുകളാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 111.27 കോടിയാണ് സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് ട്രാക്കിങ്ങിലൂടെ. അതായത് 123 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ 124 കോടി കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളത് തന്നെ പ്രതീക്ഷയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 303 കോടിയും കടന്ന് 304 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ചിത്രം ഇത് അതിഗംഭീരമായിട്ട് തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞാടി. സമീപകാലത്തൊന്നും ഒരു മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത സ്വീകാര്യതയും അതുപോലെ തന്നെ എല്ലാ തരത്തിലും സിനിമ ക്വാളിറ്റി ആണെങ്കിലും ഇപ്പോൾ തിയേറ്ററിൽ ലോങ് റൺ ഓടിയതാണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പുത്തൻ യുഗത്തിലെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചിത്രത്തിൻ്റെയൊക്കെ കഥ പറയുന്നത് 365 ദിവസം ഓടിയെന്ന് പറയുന്ന പോലെ 60 ദിവസത്തിന് മുകളിൽ തികച്ചോടിയ ഒരു ചിത്രമായി മാറുന്നു ലോകയും എന്നുള്ളത് തന്നെയാണ്. അതും പുതിയ റെക്കോർഡാണ്. ഇനിയും പാതിരാത്രിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോകാം. പാതിരാത്രിക്കും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 163ഓളം ഷോകളാണ് സിനിമയുടേതായി ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2,300ഓളം ടിക്കറ്റുകൾ ഇന്ന് വിറ്റുപോയപ്പോൾ 8% ഒക്യുപ്പൻസിയിൽ സിനിമ 3,40,000 രൂപ ഇതിനോടകം നേടിയിരിക്കുന്നു. അതായത് ഇന്ന് 6 ലക്ഷം രൂപയോളമായിരിക്കും, അല്ലെങ്കിൽ 5.5-6 ലക്ഷം രൂപയായിരിക്കും ഇന്നത്തെയും കളക്ഷൻ വരാൻ പോകുന്നത്. ഇന്നലെ 4,11,000 രൂപയോളമാണ് 5% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരുന്നത്. ഇന്ന് അതിനും മുകളിലാണ് സിനിമയുടെ ഒക്യുപ്പൻസിയും ടിക്കറ്റ് വിൽപ്പനയും എല്ലാം നടക്കുന്നത്. 1,96,00,000 രൂപ സിനിമയ്ക്ക് ഇതിനോടകം ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 2,25 കോടിയിലേക്ക് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്തിയിരിക്കുന്നു. നവ്യ നായരുടെ ഈ ഒരു ചിത്രം വമ്പൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും